കുറേ ദിവസങ്ങളായി എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഇതിനു മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഏകാന്തത, ഭയം, എന്റെ മനഃശക്തിയെല്ലാം ചോർന്നു പോകുന്നത് പോലെ. ദൈവമേ, എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. കാറ്റും മഴയും ഇടിമിന്നലുമുള്ള ഘോര രാത്രി വരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഈ സെല്ലിന്റെ ചുവര് തുറന്ന് വെളിയിലിറങ്ങാൻ എന്റെ പക്കൽ ആയുധമുണ്ട്. ആ എഴുത്തുകാരൻ്റെ മനസ്സിൽ എങ്ങനെയാണ് ഈ വീട്ടിലെ ഈ ചെറിയ ചെറിയ സംഭവങ്ങൾ പ്രതിഫലിക്കുന്നത് എന്ന് ഒരു ആടിനെ സാക്ഷി നിർത്തിക്കൊണ്ട് കാണിച്ചു തരികയാണ് ബഷീർ ചെയ്യുന്നത്. നമ്മുടെ ഭാഷയിലെ ഒരു കൊച്ചത്ഭുതമാണ് വാസ്തവം പറഞ്ഞാൽ ആ പാത്തുമ്മയുടെ ആടെന്ന് പറയുന്ന ആ ഒരു വോളി നോക്കുകയാണെങ്കിൽ വളരെ വളരെ ചെറിയ ആ ഒരു കൃതി നമ്മുടെ ഭാഷയിലൊരു കൊച്ചത്ഭുതമാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാര്യത്തിൽ ഐതിഹ്യമായിട്ട് മാറി. ഒരു ലിവിങ് ലെജൻഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരിവേഷം അദ്ദേഹത്തെ ചൂടുന്ന എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ബഷീർ എന്ന വ്യക്തിക്ക് കൈവന്ന ഈ ഒരു ഐതിഹ്യ സമാനമായ ഒരു പരിവേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് കൂടി ഊറിക്കൂടിയ ഒന്നാണെന്ന്. തൻ്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പല നോവലിസ്റ്റുകളിൽ നിന്നും കഥാകൃത്തുക്കളിൽ നിന്നും ബഷീർ വിഭിന്നനായിരുന്നു. ഒരുതരം ഇന്ദ്രജാലം. സാറാമേ, ഒന്ന് പറയാനുണ്ട്. പ്രേമത്തെക്കുറിച്ച് പുതിയത് വല്ലതും പറയാനാണെങ്കിൽ ഞാനത് കേട്ട് മടുത്തു. സാറാമേ, പറഞ്ഞോളൂ. ഞാൻ ശമ്പളം വാങ്ങുന്നതല്ലേ, കേൾക്കാതൊക്കുവോ? സാറാമയ്ക്ക് എപ്പോഴും വിനോദമാണ്. ഇതാണോ പറയാൻ ഭാവിച്ചത്? അല്ല, പിന്നെ? സാറാമയും എൻ്റെ കൂടെ വരണം. എനിക്ക് അവിടെ പോയി ഒറ്റയ്ക്ക് താമസിക്കാൻ വയ്യ. ആഹാ, ഭയമാണോ? സാറാമേ, ഞാൻ സാറാമയെ സ്നേഹി. സാറാമ്മയെ സ്നേഹി ഇത് ലക്ഷത്തിൽ 9 തവണ പറഞ്ഞിട്ടുള്ളതല്ലേ. ഈ സ്നേഹം എന്ന് പറയുന്നത് എന്താ? സ്നേഹം, പ്രേമം എന്നൊക്കെ പറയുന്നത് അതൊരുമാതിരി നിലാവെളിച്ചം പോലെയാണ്. മധുര സുന്ദര സുരവിലമായ നിലാവെളിച്ചമാകുന്നു പ്രേമം.